ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കേണ്ടതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം വിഷയത്തിൽ കാണേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം ഇതിനകത്തുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമാവലിക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഭരണപ്രദേശങ്ങളാണ്. എന്ന് വെച്ചാൽ പൂർണ്ണമായും കീഴ്പ്പെടലല്ല. സംസ്ഥാനങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്, ജനാധിപത്യപരമായിട്ടുള്ള നല്ല ജനാധിപത്യപരമായിട്ടുള്ള ഭരണരീതി സംസ്ഥാനത്തും കേന്ദ്രത്തിലും പുലരുമ്പോഴേ ഇന്ത്യൻ ജനാധിപത്യം പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ ഫെഡറൽ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള വിഹിതം സെൻട്രൽ ഗവൺമെൻറ് തരേണ്ടതാണ്. അത് ഔദാര്യമല്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആവശ്യകതകൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വിഹിതവും മറ്റ് രീതിയിലുള്ള സഹായവും അനുവദിക്കേണ്ടതാണ്. ഈ PM-ശ്രീ പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പൊളിറ്റീഷ്യന്മാരും എല്ലാം എന്താ വിശദീകരിക്കേണ്ടത്? എത്രമാത്രം അപകടകരമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, പദ്ധതി വിഹിതം, നമ്മുടെ നികുതി വിഹിതം ഇവിടെ പിരിച്ചിവിടെ ചെലവഴിക്കാൻ നമുക്ക് അധികാരമില്ലല്ലോ. കേരള ഗവൺമെൻറ്റിന് നികുതി വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയാണല്ലോ. നമ്മളെല്ലാം നികുതി പണം കൊടുക്കുന്നത് കേന്ദ്രത്തിലേക്കാണ്. അവിടെ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം എത്രയാണ് തരുന്നത്? ഇവിടെ നിന്ന് പിരിച്ചെടുക്കുന്നതിൻ്റെ 30% താഴെ. ശരിയായി പറഞ്ഞാൽ ഒരു 70% സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു തന്നാൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ സാധിക്കും. പോട്ടെ, നമ്മൾ ചോദിക്കുന്നത് 50%. കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത് 50% തരണമെന്നാണ്. ആ 50% തന്നാലേ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ മേഖലകളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളം തികച്ചും വ്യത്യസ്തമായൊരു സംസ്ഥാനമാണ്. ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ട് ജനകീയ പിന്തുണയോടുകൂടി ജനകീയ ആസൂത്രണ നടപടിക്രമങ്ങളിലൂടെ എല്ലാ ജീവിത സൂചികകളിലും മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ. അവിടെ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആരോഗ്യ, വിദ്യാഭ്യാസ, ജീവിത നിലവാര മേഖലകളിലെല്ലാം നമ്മൾ മുന്നിലാണ്. പക്ഷേ അത് സസ്റ്റൈനബിളായിരിക്കണം. അത് ഏതെങ്കിലും ഒരു തവണ മുന്നിലെത്തിയിട്ട് കാര്യമില്ല. അതിനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതം കിട്ടണം എല്ലാ മേഖലയിലും. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? നികുതി വിഹിതം വെട്ടിക്കുറക്കുക മാത്രമല്ല, ചിലപ്പോൾ സംസ്ഥാനങ്ങൾക്ക് തരാനുള്ള പണം മറ്റൊരു രീതിയിൽ മിഷൻ മോഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്കീം വർക്ക് എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുക. പോട്ടെ, അങ്ങനെ പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല. ആ സ്കീമിന് പ്രഖ്യാപിച്ച പണം മുഴുവൻ തരണം. അപ്പോൾ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് 60-40 ആയിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇപ്പം അതിൻ്റെ മിനിസ്റ്റീരിയൽ മേഖലയിലുള്ളത് 75-25 ആക്കിയിരിക്കുകയാണ്.